കുറേ നാളുകൾക്ക് മുൻപ് ഒരു ഭർത്താവിന് ഒരു ചെറിയ സംശയം. വേറൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് ചെവിക്ക് ചെറിയ കേൾവിക്കുറവുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഡൗട്ട്. അപ്പോൾ ഇത് ഭാര്യയോട് നേരിട്ട് പറഞ്ഞ ഭാര്യയ്ക്ക് വിഷമമാകുമല്ലോ എന്ന് വിചാരിച്ച് അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ആയിട്ടുള്ള ഒരു ഡോക്ടറിനെ കാണാൻ പോയി. ഡോക്ടറിനോട് പറഞ്ഞു, ഇതുപോലെ അവൾക്ക് ചെവിക്ക് ചെറിയ കേൾവിക്കുറവുണ്ടോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്, പക്ഷെ ഇത് ഞാൻ എങ്ങനെ കൺഫേം ചെയ്യും? എനിക്ക് അവളോട് നേരിട്ട് ചോദിക്കാൻ വയ്യ. അവൾക്ക് വിഷമം ഉണ്ടാവാതെ നേരിട്ട് ഞാൻ ചോദിക്കാതെ തന്നെ അവൾക്കത് മനസ്സിലാവണം. അവൾക്ക് ചെവിക്ക് ചെറിയ കേൾവിക്കുറവുണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പേടിക്കേണ്ട, അതിനൊരു വഴിയുണ്ട്, ഞാനൊരു ഐഡിയ പറയാം, നീ അതുപോലെ തന്നെ ചെന്ന് ചെയ്ത് നോക്ക്, എന്നിട്ട് നാളെ ഇങ്ങോട്ട് വാ. അപ്പോൾ അയാൾ പറഞ്ഞു, ഓക്കെ, ഞാൻ ചെയ്യാം, എന്താണ് ഐഡിയ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നീ വീട്ടിൽ ചെന്നിട്ട് ഭാര്യയുടെ അടുത്ത് നിന്ന് ഒരു 40 അടി ദൂരം മാറി നിന്നിട്ട് നോർമൽ വോളിയത്തിൽ, സാധാരണ വീട്ടിൽ സംസാരിക്കുന്ന വോളിയത്തിൽ ചോദിക്കണം, എന്തെങ്കിലും കാര്യം ചോദിക്കണം. അപ്പം റിപ്ലൈ കിട്ടുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് ഒരു 30 അടി ദൂരത്തിലോട്ട് മാറി നിന്നിട്ട് ഇതേ കാര്യം ഇതേ വോളിയത്തിൽ ചോദിക്കണം. അപ്പോഴും റിപ്ലൈ കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കണം, ശ്രദ്ധിക്കണം. അങ്ങനെ വീണ്ടും വീണ്ടും ഇതിങ്ങനെ കുറച്ച് ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് കുറച്ചിട്ട് ഏത് ഡിസ്റ്റൻസിൽ നിന്നാണ് ചോദിക്കുമ്പോഴാണ് വൈഫ് റിപ്ലൈ തരുന്നത് എന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾക്കിത് ഓക്കെ, നല്ലൊരു ഐഡിയ ആണ് എന്ന് തോന്നി. അങ്ങനെ ഇയാൾ എന്ത് ചെയ്തു, വീട്ടിൽ ചെന്നിട്ട് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയപ്പോൾ വൈഫ് രാവിലെ കിച്ചണിൽ പാചകമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പം ഓക്കെ, ഇത് നല്ല സമയമാണ്, ഇപ്പം തന്നെ ചോദിച്ചേക്കാമെന്ന് വിചാരിച്ച് ഇയാൾ ഭാര്യയുടെ അടുത്തുനിന്ന് ഒരു 40 അടി ദൂരം മാറി നിന്നിട്ട് ചോദിച്ചു, അതെ, ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കഴിക്കാൻ? റിപ്ലൈ ഒന്നും കേട്ടില്ല. അപ്പം ഇയാൾക്കൊരു ഡൗട്ട് തോന്നി, ശരിയാണല്ലോ, ഞാൻ വിചാരിച്ച പോലെ ഇവർക്ക് ചെവിക്ക് എന്തോ കുഴപ്പം പറ്റിയിട്ടുണ്ട് എന്ന് തോന്നി. എന്നിട്ട് അയാൾ ഫ്രണ്ട് പറഞ്ഞതനുസരിച്ച് ഒരു 10 അടി ഇങ്ങോട്ട് മാറി ഒരു 30 അടി ദൂരത്ത് നിന്ന് ചോദിച്ചു. സെയിം കാര്യം സെയിം വോളിയത്തിൽ ചോദിച്ചു, അതെ, ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കഴിക്കാൻ? അപ്പോഴും ഒന്നും കേൾക്കുന്നില്ല. അങ്ങനെ ഇയാൾ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഒരു 4 തവണ ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസ്റ്റൻസിൽ നിന്നിട്ട് വൈഫിനോട് സെയിം കാര്യം സെയിം വോളിയത്തിൽ ചോദിച്ചു. അപ്പോൾ ഇയാൾക്ക് കൺഫേം ആയി, വൈഫിന് ചെവിക്ക് നല്ല കുഴപ്പം പറ്റിയിട്ടുണ്ട്, വൈഫിന് എന്തോ കുഴപ്പമുണ്ട്, അവളുടെ ചെവി അടിച്ചു പോയി എന്നൊക്കെ അയാൾ വിചാരിച്ചു. അങ്ങനെ ലാസ്റ്റായിട്ട് വൈഫിൻ്റെ തൊട്ട് ബാക്കിൽ നിന്നിട്ട് ഇയാൾ ചോദിച്ചു, അതെ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് എന്താ കഴിക്കാൻ? അപ്പോൾ വൈഫ് ഒരു മറുപടി പറഞ്ഞു, ഇതിപ്പോൾ 5ാമത്തെ തവണയാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, കഴിക്കാൻ ദോശയും ചട്നിയാണ് ബ്രേക്ക്ഫാസ്റ്റിന്. ഇത് കേട്ടപ്പോൾ ഇയാൾ ഞെട്ടിപ്പോയി. സത്യത്തിൽ ഇവിടെ എന്താ സംഭവിച്ചേ? ഇവിടെ പ്രശ്നം ഭർത്താവിനായിരുന്നു, പക്ഷെ അയാളുടെ മനസ്സ് സമ്മതിക്കുന്നില്ല, എനിക്കാണ് പ്രശ്നം. അയാൾ എന്തായാലും പ്രശ്നം ഭാര്യയുടെ മുകളിൽ ചുമത്തി വെക്കുക, അത് അയാളുടെ ബ്ലഡിൽ ഉണ്ടായിരുന്ന ഒരു ശീലമായിരുന്നു. ഇതുപോലെ തന്നെയാണ് നമ്മളൊക്കെ പലപ്പോഴും ചെയ്യുന്നത്. നമ്മുടെയൊക്കെ പ്രശ്നങ്ങൾ ശരിയാണ്, നമ്മുടെ പ്രശ്നമാണെന്ന് അറിഞ്ഞാൽ പോലും ചിലപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. തെറ്റ് ചെയ്തത് ഞാനല്ല, അവരാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം കിടന്ന് പെടാപ്പാട് വരും, അല്ലേ? എല്ലാവരും അല്ല, അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അപ്പം നമ്മുടെയൊക്കെ തെറ്റ് മനസ്സിലാക്കാത്തത് നമ്മളെപ്പോഴും ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് ചിന്തിക്കുന്നതുകൊണ്ടാണ്. മറ്റൊരാളുടെ പെർസ്പെക്റ്റിലൂടെ, മറ്റൊരാളുടെ പോയിന്റ് ഓഫ് വ്യൂയിലൂടെ ഒരു കാര്യത്തെ കാണാൻ നമ്മൾ ശ്രമിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇനി മുതൽ നമുക്കൊക്കെ എന്തൊക്കെ മിസ്റ്റേക്സ് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരാളുടെ ഭാഗത്തു നിന്ന് അവർ പറയുന്നത് ശരിയല്ല എന്ന് തോന്നുവാണെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാം, അവരെന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്, അവരങ്ങനെ പറയുന്നതിന് എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാവത്തില്ലേ എന്ന് നമുക്ക് കുറച്ച് ക്രിറ്റിക്കലായിട്ടൊന്ന് ചിന്തിച്ച് നോക്കാം. അപ്പം നമുക്ക് മനസ്സിലാവും അവരുടെ ഭാഗത്തുള്ള എന്തെങ്കിലും ന്യായം ഉണ്ടെങ്കിൽ അതെന്താണെന്ന് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇനി മുതൽ സ്വന്തം കാര്യത്തിൽ സ്വന്തം സൈഡിൽ നിന്ന് മാത്രം ചിന്തിക്കാതെ മറ്റുള്ളവരുടെ സൈഡിൽ കൂടെ നിന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ശ്രമിക്കാം.